ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ നമ്മൾ ലൂബിക്ക അച്ചാറിടാൻ പോവാണ് കേട്ടോ. എൻ്റെ ചങ്ക് കൂട്ടുകാരി എനിക്ക് കുറച്ച് ലൂബിക്ക കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ വീടിൻ്റെ അവിടെയൊക്കെ ഈ സാധനം ചീമ്പനെല്ലിക്കാന്നും കൂടെ അറിയപ്പെടും കേട്ടോ. അപ്പോൾ കൂട്ടുകാരി ആദ്യമേ എനിക്ക് കുറച്ച് ഉപ്പിലിട്ടത് കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ചാറിടാൻ കൊണ്ട് തരാൻ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് അച്ചാറിടാൻ വേണ്ടി കൊണ്ടു തന്നതാണ് കേട്ടോ. അതാണ് നമുക്ക് ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകിയെടുത്ത് ലൂബിക്കെല്ലാം കൂടി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. 2 4 കീറി എടുത്തിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലോട്ടാക്കി വയ്ക്കാം. ഞാൻ ആദ്യം എടുത്ത പാത്രം ഇച്ചിരി ചെറുതായിരുന്നു. നമുക്കിതിലേക്ക് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ലൂബിക്കെല്ലാം അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ തിരുമ്മി വെക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ്ട് ലൂബിക്കയിലൊക്കെ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് തിന്നാൻ തോന്നും കേട്ടോ. ഞാനൊന്ന് 2 കഷ്ണം എടുത്ത് തിന്നുമൊക്കെ ചെയ്ത് ഇങ്ങനെ കണ്ടിട്ട് കൊതിയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് കാന്താരിമുളക് എല്ലാം പഴുത്തതാണ് കേട്ടോ. നമ്മുടെ വിറകടുപ്പിൽ തീ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കാവേ. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരു നുള്ളു ഉലുവയും ബാക്കി ഒരു ആവശ്യത്തിന് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കാം. എനിക്ക് കടുക് ഒത്തിരി വേണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടെ കറിവേപ്പില, പച്ചമുളക്, കാന്താരിമുളകാണ് കേട്ടോ. ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണും മൂക്കൊക്കെ നോക്കിയിട്ട് വേണം ഈ പരിപാടിക്ക് നിൽക്കാനേ. എൻ്റെ ഭാഗ്യത്തിന് പിന്നൊന്നും പൊട്ടിത്തെറിച്ചില്ല. ഞാൻ എന്നാലും ഒരകലം പാലിച്ച് നിന്നിട്ടാണ് കേട്ടോ ഇളക്കുന്നതൊക്കെ. പേടിയുണ്ട് പൊട്ടിത്തെറിക്കുമെന്ന്. അപ്പോൾ നല്ലോണം എല്ലാം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം കേട്ടോ. കാന്താരിയുടെ കളർ കണ്ട് എല്ലാം നല്ല മൂത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ ഇച്ചിരി കൂടിപ്പോയോ എന്ന് സംശയം. നമുക്കതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ബാക്കി മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തു. വിനാഗിരി ചേർത്തിട്ട് ഞങ്ങളുടെ മുളകൊക്കെ തിരിഞ്ഞ് വെച്ച് ലൂബിക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പെരുങ്കായത്തിന് പൊടി ചേർത്ത് കൊടുക്കാതെ എല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തു. ഇവിടെ അച്ചാറിന് ചാറ് വേണം, അതുകൊണ്ട് ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലൂബിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.